ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള തേങ്ങയുടെ നാരും ചകിരിയൊക്കെ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ്, അല്ലെങ്കിൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ അല്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ വെള്ള മുടിയൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിക്കാൻ, ഡൈ ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അലർജി പ്രശ്നം ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ നമ്മൾ കത്തിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഈ ഒരു ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാണ്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയുടെ നാര് ഞാൻ മിക്സിയിട്ട് ജാറിലോട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിൽ മൂടിയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലുള്ള ബോട്ടിലിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ബോട്ടിലൊക്കെ വലിച്ചെറിയാറാണല്ലോ പതിവ്. അങ്ങനെ ചെയ്യാണ്ട് കൊണ്ട് ആ ഒരു ബോട്ടിലിൻ്റെ മൂടി നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇപ്പം നമുക്ക് നൈഫ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. നൈഫ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ ബോട്ടിൽ മൂടിയുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുശേഷം ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ആ ഒരു ബോട്ടിൽ മൂടിയിൽ നിന്നോളും. നല്ലൊരു ബോട്ടിൽ മൂടിയും ഐസ്ക്രീം സ്റ്റിക്കും കൊണ്ട് തയ്യാറാക്കിയ ഒരു സ്പൂണാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബോട്ടിൽ മൂടിയും ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഇതുപോലത്തെ സ്പൂണൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഉപ്പ് പാത്രത്തിലും നമ്മുടെ വീട്ടിലുള്ള മസാല പാത്രത്തിലും പൊടികളിലും ഒക്കെ നമുക്ക് നല്ലൊരു സ്പൂണായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇനി നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് സ്പൂണൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇതുപോലെ ഒരുപാട് പാത്രങ്ങളിൽ, ഒരുപാട് മസാല പാത്രങ്ങളിൽ നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അത്യാവശ്യം വലിയൊരു മൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ടും നമ്മൾ ആദ്യമേ നൈഫ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ബോട്ടിൽ മൂടി കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കിച്ചണിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം തന്നെയാണല്ലേ ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ കഴുകുക, ആ കഴുകിയ കൈ ഒന്ന് തുടയ്ക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബോട്ടിൽ മൂടിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഡബിൾ സൈഡ് സെല്ലോ ടേപ്പാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഗം ഉണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഞാൻ ഇതുപോലെ ആ ഒരു ബോട്ടിൽ മൂടിയുടെ രണ്ട് സൈഡുമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ആ ഒരു ബോട്ടിൽ മൂടി വെച്ചിട്ട് കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടവലാണ് കേട്ടോ ഞാൻ ഹാങ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് എപ്പോഴും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കൈ കഴുകുകയും ആ കൈ തുടയ്ക്കാൻ നേരത്ത് ടവൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈ കിട്ടില്ല. ഇതുപോലെ നമ്മുടെ കിച്ചണിലെ വോൾ ടൈലിൽ നമ്മളൊന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ നമ്മുടെ കൈ കഴുകി നമുക്ക് തുടയ്ക്കണം എന്നുണ്ടെങ്കിലും നമുക്കത് കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടാകും. ആ ഒരു ടവൽ അന്വേഷിച്ച് നമ്മൾ നടക്കണം എന്നുള്ളതില്ല. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരിയ തേങ്ങാനാരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് തിക്കായിട്ടുള്ള ഹാർഡായിട്ടുള്ള തേങ്ങാനാരല്ല, ഇതുപോലെ നേരിയ സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങാനാര് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു തേങ്ങാനാര് നമുക്കിതുപോലെ നന്നായിട്ട് സിസേഴ്സ് ഉപയോഗിച്ച് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് പൊടിയായിട്ട് കട്ട് ചെയ്യാൻ പാടാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും. നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ സിസേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങാനാര് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പട്ട പൊടിച്ചതാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പട്ടയാണ് ഞാനിവിടെ പൊടിച്ചൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കർപ്പൂരമാണ്. ഞാനൊരു ചെറിയ കർപ്പൂരം ഒന്ന് അതുപോലെ തന്നെ ഒന്ന് പൊടിച്ച് നമ്മുടെ തേങ്ങാനാരിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലെണ്ണയാണ്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇതുപോലൊന്ന് കുഴച്ച് കൊടുത്തിട്ട് ആ ഒരു കുഴച്ച് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതുപോലൊന്ന് പിടിച്ച് ആ ഒരു പിടി നിൽക്കത്തക്ക രീതിക്ക് വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അപ്പോൾ നമ്മുടെ തേങ്ങാനാര കൊണ്ട് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു പിടി ഞാനിവിടെ രണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചിരാതാണ്. ആ ഒരു ചിരാതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഒരു പിടി നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. വൈകുന്നേര സമയത്ത് ഇതുപോലൊരു വിളക്ക് നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെച്ചാൽ മതിയാകും. എത്രത്തോളം നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ കാണാണ്ട് പോയി നല്ലൊരു പോസിറ്റിവിറ്റി നമ്മുടെ വീട്ടിലേക്ക്, നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. മാത്രമല്ല ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ കൊതുകിൻ്റെയും പൊടിയീച്ചകളുടെയും ശല്യം വളരെയധികം കൂടുതലാണ്. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ഒരു തവണ തയ്യാറാക്കി നോക്കൂ. ഇതുപോലെ നന്നായിട്ട്
നന്നായിട്ട് നമ്മളൊന്ന് കത്തിച്ച് ആ ഒരു തീ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു തീ കെടുത്തി കൊടുത്തതിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു പുകയിൽ നിന്നുമാണ് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകിനെയും പൊടിച്ചേനെയും നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മാത്രമല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഹെയർ ഡേ ചെയ്യാൻ മടിയുള്ളവർക്കും ഡൈ ചെയ്ത അലർജി പ്രശ്നം ഉണ്ട് എന്നുള്ളവർക്കും വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡേ നമുക്കൊന്ന് കണ്ടു നോക്കാം. വിത്തിൻ മിനിറ്റ്സിൽ നമുക്കിത് തേച്ചാൽ മതിയാകും, ഉണങ്ങേണ്ടതൊന്നും ഇല്ല. അപ്പോൾ ഇതാ തേങ്ങാനാര് ഞാൻ ഇതുപോലെ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ തേങ്ങാനാരിൻ്റെ പൊടിയാണ് ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു ചകിരിയുടെ പൊടിയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ എത്രത്തോളമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത്രത്തോളം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിതുപോലൊരു അയൺ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും, നമുക്ക് യാതൊരു യൂസും ഇല്ലാണ്ട് പോകും. ഇപ്പം നമ്മൾ തേങ്ങാനാരിൻ്റെ കൂടെ, അതായത് തേങ്ങാനാര് പൊടിച്ച ആ ഒരു പൊടിയുടെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബദാമാണ്. അതായത് ഞാൻ എടുത്ത ക്വാണ്ടിറ്റിക്ക് ഒരു ബദാമാണ് നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഇനി നന്നായിട്ട് ഒരു 10 മിനിറ്റ് സമയം മതിയാകും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചേർത്ത ആ ഒരു തേങ്ങാനാരിൻ്റെ പൊടിയും ബദാമും നന്നായിട്ട് തന്നെ ഒന്ന് കറുത്ത കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു തേങ്ങാനാര് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് കളർ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങ് അടുക്കി പിടിച്ച് ഒട്ടിക്കളയും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു തേങ്ങാനാരിൻ്റെ പൊടിയും ബദാമൊക്കെ നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ, ഒറ്റ ടൈം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റിയിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡേ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നമ്മൾ റെഡിയാക്കി ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ മിക്സി ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലിട്ടും കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ അളവിലാണ് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പെട്ടെന്നൊക്കെ ഒന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ ഡൈ ചെയ്യാൻ താല്പര്യമില്ല, ഏത് തരം ഡൈ ഉപയോഗിച്ചാലും അലർജി ഉള്ളവരാണ് എന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൈ തലയിലിട്ട് ഒരുപാട് നേരം കാത്തിരിക്കാനുള്ള സമയമൊന്നും ഇല്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതുപോലൊന്ന് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാകും. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ വെള്ളമുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്ത് പോകാവുന്നതാണ്. മഴവെള്ളം തട്ടിയാലോ അല്ലെങ്കിൽ വെള്ളം തട്ടിയാലോ തുണിയിലോ ഒന്നും ഇത് പറ്റി പിടിക്കില്ല. ഇത് നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് നിറം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ എപ്പോഴാണോ സോപ്പോ ഷാമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ തല കഴുകുന്നത് ആ ഒരു സമയം വരയ്ക്കും ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ നിങ്ങളുടെ തലയിൽ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഡൈ ചെയ്ത് അലർജി ഉള്ളവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലുള്ള ഹെയർ ഡേ തയ്യാറാക്കി തലയിൽ തേക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് കൊണ്ട് തന്നെ വെള്ളമുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.